ഞങ്ങൾ സംസാരിച്ച കാര്യം പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു സിനിമ എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ഫോമിനെ കുറിച്ചിട്ടാണ്, സിനിമ എന്താവണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വേറെ വേർഷൻ പറയുകയാണെങ്കിൽ സിനിമ എപ്പോഴും സിനിമ ഏറ്റവും പുതിയ ഒരു രൂപം കൂടിയാണ്. ഇപ്പോൾ ചിത്രകല, പെയിൻറ്റിങ്സ്, അതുപോലെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പലതരത്തിലുള്ള ഫോർമാറ്റുകളുണ്ട്. സ്കൾപ്ചറിങ് ആയാലും ഡ്രാമ, തിയേറ്റർ, ഇതിനൊക്കെ ശേഷം വന്നിട്ടുള്ള പുതിയ ടെക്നോളജിയും കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമ എപ്പോഴും ഇതിൻ്റെ എല്ലാം കൂടിയും ഒരു മിക്സാണെന്നും കൂടെ പറയാറുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ് ആയാലും സ്കൾപ്ചറിങ് ആയാലും പോയട്രി, തിയേറ്റർ, ഇതിൻ്റെയൊക്കെ സാധ്യതകൾ ഉള്ളൊരു ഫോമാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് സിനിമ ഒരു ടെംപ്ലേറ്റ് സിനിമ എന്ന് പറയുന്നത് വളരെ സിംപിളി ഒരു കഥ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റുകളുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പലപ്പോഴും പൊതുവായ സിനിമകൾ നമ്മൾ കണ്ടുവരുന്നൊരു സിനിമകളിൽ അത്ര തന്നെ അത് ഉണ്ടാവാറില്ല. വിഷ്വലി തിയേറ്ററിൽ സാധ്യമല്ലാത്ത സിനിമയുടെ സാധ്യതകൾ, ഇപ്പോൾ ഡ്രോൺ ഷോട്ടുകൾ, ഡിഫറെൻ്റ് ആംഗിളുകൾ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഇത് കൺവേ ചെയ്യാനുള്ള ശ്രമമുണ്ട്. പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളാണ്. അതിൻ്റെ അകത്ത് മൈമിൻ്റെയും തിയേറ്ററിൻ്റെയും സ്കൾപ്ചറിങ്ങിൻ്റെ ഒക്കെ സാധ്യതകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കണ്ടാലാണ് നമുക്കത് കുറച്ചും കൂടെ നമുക്ക് അതിനോട് എന്താ പറയുക, കുറച്ചും കൂടെ താതാത്മ്യപ്പെടാൻ പറ്റുള്ളൂ. മറ്റേ സിനിമ എന്നുള്ള അർത്ഥത്തിൽ നമുക്കിപ്പോൾ റേ തന്നെയല്ലേ റീ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് കണ്ട് ശീലമുള്ള ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന ഒന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ അകത്ത് നായകനുണ്ട്, നായികയുണ്ട്, കഥയുണ്ട്, കഥാസന്ദർഭങ്ങളുണ്ട്, നമുക്ക് കണ്ടുപരിചയമുള്ള ആംഗിളുകളും കണ്ടുപരിചയമുള്ള കാഴ്ചകളും ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സിനിമ എന്നുള്ള അർത്ഥത്തിൽ തന്നെ കാണാൻ പറ്റും. മറ്റു സിനിമകളെ ഈ ഒരു വിശാലാർത്ഥത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ എന്താ പറയുക, ഏത് തരത്തിലുള്ള സിനിമ എടുക്കണം എന്നും ഏത് തരത്തിലാണ് നമ്മളുടേതാവേണ്ടത് ആ ഫോം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അയാൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്നൊരു ഡിപ്രഷൻസ് ഉണ്ടല്ലോ, ഒരു സോഷ്യൽ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊരു അൺപ്രഡിക്റ്റബിളാണ് നമ്മളെ ലൈഫ് എന്നുള്ളത്. പിന്നെ ലൈഫിന് കുറച്ചും കൂടിയും സമയം കൊടുക്കുക എന്നുള്ളതാണ്. റിലേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈം നമ്മൾ കൺസീവ് ചെയ്യുക, അതാണ് റീ എന്നുള്ളൊരു സംഭവം. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെയിലേക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.